നീ എന്നെ ഒന്നും പറയണ്ട, എനിക്ക് തന്നെ എന്നെ കാണും വേണ്ട. എന്താ ശരിക്കണേ? പോയി പണിട്ടാ. ശരി ശരി ചേട്ടാ. ചേട്ടാ ഒന്ന് നിക്ക്, ഞാൻ നീ വേണ്ട, നീ ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് എന്നെ അപമാനിച്ചത്. ശമ്പളം കൊടുക്കുന്ന പണിക്കാരാണ് അവരുടെ മുമ്പിൽ എനിക്കൊരു മര്യാദ ഉണ്ട്. ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുമ്പോ നീ അങ്ങനെയല്ലോ സംസാരിക്കണ്ടേ? എന്റെ വില പോയില്ലേ അവിടെ? ഒരു ചായക്കൊക്കെ വേണ്ടി നീ മിണ്ടാ നിൽക്കരുത്. നീ എന്തിനാണ് എന്റെ പറഞ്ഞ വരുന്നത്? നിന്റെ പണിയൊക്കെ പണി. ചേട്ടാ ഞാൻ ചായ എടുത്ത് തരാം. പിന്നെ നീ വേഷം കലക്കി തരും എനിക്ക്. നിന്റെ ഒരു സാധനം വേണ്ട എനിക്ക്. ചേട്ടാ ഞാൻ പറഞ്ഞിട്ട് ഓടിയത് എനിക്ക് വേണ്ട പറഞ്ഞില്ലേ? ചേട്ടാ ഒന്ന് നിക്ക് ചേട്ടാ. ഇനിയിപ്പോ ഞാൻ വരണ്ടല്ലോ. വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. കുടുംബശ്രീക്കാര്. നമസ്കാരം സാറേ. നമസ്തേ. സാറിന് ഇന്ന് ലീവല്ലേ? അല്ല, കുറച്ചാളുണ്ട് ലീവല്ലേ ഇപ്പൊ. ഓ സാറേ, ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ മണിയനെ പിടിച്ചോണ്ട് പോയതേ വളരെ നന്നായി. ഭയങ്കര ശല്യമായിരുന്നു സാറേ. അയ്യോ, കുടിച്ചുകൊണ്ട് കാണിക്കുന്ന കോപ്രായം കണ്ട ദൈവം പോലും സഹിക്കൂല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ മാന്യനായി. പോട്ടെ സാറേ. ശരി. വേണ്ട, ഞങ്ങൾക്ക് വീട്ടിൽ പോണം. പോട്ടെ സാറേ. അല്ലടി, ഞാൻ ആലോചിക്കായിരുന്നേ, പണ്ട് നിങ്ങളുടെ ഇതുപോലുള്ള മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവരൊന്നും എന്നെ കണ്ട അടുത്ത് പോലും വരില്ല. അതുകൂടി അങ്ങ് പൊക്കളയും. ഇപ്പൊ ചോദിച്ചണ്ട സാറേ, ലീവാ? സുഖമായിരിക്കുന്നത്? അന്ന് നന്നായി. നല്ല സ്മാർട്ട്. പെണ്ണുങ്ങളെല്ലാരും മാറി. അവരിപ്പോ കുടുംബശ്രീയിലെ സജീവ പ്രവർത്തകയാ. അത് തന്നെയല്ല, മറ്റേ തൊഴിലുറപ്പിന്റെ മീറ്റൊക്കെയാണ് അവര്. എന്തായാലും ഈ കുടുംബശ്രീ വന്നത് വലിയൊരു ഉപകാരമായി. സ്ത്രീകൾക്ക് എന്ത് മാറ്റം. പണ്ടൊക്കെ വീട്ടില് നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ അല്ലാതെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ സംസാരിക്കാനൊക്കെ വിമുഖത കാട്ടിയ ആൾക്കാർ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി സംസാരിക്കുക. അവരുടെ ആവശ്യങ്ങൾ അവർ ചോദിച്ച് മേടിക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിന്ന് സംസാരിക്കുന്നു. ഭയങ്കര സംഭവം പോയി കേട്ടോ. അത് എല്ലാ ഐഡിയസ്മാർക്ക് 1000 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ഇപ്പൊ കേരള ചിക്കൻ എന്ന് പറയുന്നത്, അവിടെ കുറെ പെണ്ണുങ്ങൾക്ക് അവിടെ ജോലി കിട്ടി. പിന്നെ മറ്റേ കുടുംബശ്രീന്നൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്തോരം പലിശ കുറവാ. എത്ര പേരാ നമ്മുടെ അല്ലേ ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്തോണ്ടിരിക്കുന്നത്. ഈ കുടുംബശ്രീയിലെ ആൾക്കാരുടെ ഹോട്ടൽസ് തന്നെ ധാരാളം അവിടെ. നമ്മൾ തന്നെ യാത്ര ചെയ്ത് പോകുമ്പോ കുടുംബശ്രീ ചേച്ചിമാരുടെ ഹോട്ടലിനെ അവിടെ നാടൻ ഭക്ഷണം കഴിക്കാമല്ലോ. എത്ര ചേച്ചിമാർക്കൊക്കെ ജോലിയായി അവിടെ. അതുകൊണ്ടില്ലേ ഇപ്പൊ എല്ലാവർക്കും ജോലിയും കൂലിയും വേതനം ഒക്കെ ഉണ്ട്. പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ടാ. അപ്പൊ സ്ത്രീകളെല്ലാം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. മറ്റാരെ ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റുന്നൊരു തണലിടമാണ് കുടുംബശ്രീ. ആരാ പറഞ്ഞത്? അയ്യോ, ഈശ കുറച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ടല്ലോ മോനെ. ഗുരുതരാണല്ലോ. വെള്ളം പൊങ്ങി. നിങ്ങളോട് പറഞ്ഞത് എന്തായാലും ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം. പറഞ്ഞില്ലേ, ഇളകിയിരിക്കുക. ഗിരിരാജ, നീ പറയുന്നത് കേട്ടിട്ട് ഗിരിജ അത്ര വലിയ കുറ്റം ചെയ്തതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എടാ, നീ ഒരു കാര്യം ഓർക്കണം. എൻ്റെ മൂക്കിൽ കൂടെ പല്ല് വന്നിരിക്കുകയാണ്. ഈ പ്രായത്തിൽ അവളല്ലാതെ വേറെ ആരടാ നിന്നെ കെട്ടാൻ വരുന്നത്? അവൾക്ക് പ്രായമൊന്നും അത്രയൊന്നും ആയിട്ടില്ല, അറിയാമോ? നിനക്കിത്തിരി എടുത്തിയാട്ടം കൂടുതലാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ കാണിക്കൊന്നും വേണ്ട. നിനക്ക് എടുത്തിയാട്ടം അതാണ് ഈ ആപത്തിലേക്കൊക്കെ പോണത്. നിന്റെ എടുത്തിയാട്ടം കുറയ്ക്കണം. ഞാൻ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് വേണ്ട. എനിക്കെടുത്തിയാട്ടം? അയ്യോ, എന്തോരം. എടാ, നിനക്ക് എടുത്തിയാട്ടം ഇല്ലേ? അന്ന് ഒരു ദിവസം നീ ഇവിടെ തന്നെ വന്നല്ലോ. എൻ്റെ കൂടെ എന്തെല്ലാം കാണിച്ചു വെച്ചിട്ടാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ എനിക്ക് മക്കളെക്കാൾ സ്നേഹം നിന്റെ കൂടെ ആയതുകൊണ്ട് എല്ലാം അങ്ങ് ക്ഷമിക്കുന്നതാണ്. വന്നു കയറിയ പെണ്ണൊന്നും അങ്ങനെ അങ്ങ് ക്ഷമിക്കണമെന്നില്ല. ഇപ്പം അവളത്ര വലിയ കുറ്റം ചെയ്തതുമില്ല. നിനക്കും ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. ഐക്യതയിൽ പോകണം. എനിക്കതാണ് പറയാനുള്ളത്. നീ കുറ്റം ചെയ്തെന്നാണ് ഞാനിപ്പോ. നീയാണ് കുറ്റക്കാരനെന്ന് ഞാനിപ്പോ പറഞ്ഞ. പിന്നെ എന്തത്? പിന്നെ എടാ, ഇത് രണ്ടുപേരും കൂടെ ക്ഷമിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് എടുത്തിയാട്ടമുണ്ട്. എനിക്ക് നിന്നെ പണ്ടേ അറിയാം. പണ്ടത്തെ അതേ സ്വഭാവം നീ ഇപ്പോഴും ഉണ്ട്. ഇത് നീ കളഞ്ഞിട്ടില്ല. എനിക്ക് നല്ലതുപോലെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത അവളാ. അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റും. ഞാൻ അവിടെ എല്ലാവരും മുമ്പിൽ നാണം കെട്ടത് എനിക്ക് അറിയാൻ പറ്റും. അയ്യോ, അപ്പൊ അവളെന്ത് മാത്രം വിഷമിച്ചാണ്? അവള് തെറ്റൊന്നും ചെയ്തില്ല. തെറ്റ് ചെയ്തില്ലെന്നല്ല, തെറ്റ് രണ്ടുപേരെ കൂട്ടത്തിലും തെറ്റുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം. രണ്ടുപേരും പരസ്പരം ഓരോ കാര്യം ഉണ്ടാകുമ്പോൾ ഓടി ഓടി പരാതി പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. അവൾ എവിടെ പോകും പരാതി പറയാം? അവൾ ആരുടെ പരാതി? അപ്പൊ ഞാൻ പരാതി പറയാമെന്നാണ് കുറ്റം. അപ്പൊ ഞാൻ പരാതി പറയാൻ വരാൻ പാടില്ല.
എടാ എന്ന് ഞാൻ പറഞ്ഞ കഴിയുന്നത് പരാതി വരരുത്. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ ഞാനാ തെറ്റുകാരൻ? ഞാൻ എന്ത് ചെയ്യണം ഇപ്പൊ ചേച്ചി പറഞ്ഞു? എനിക്ക് നിന്റെ കൂടെ മത്സരിക്കാനൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല. ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണ്ട? എന്താ ചെയ്യണം? ഇപ്പൊ ഞാൻ വന്ന് പറഞ്ഞത് തെറ്റാണ്. നീ അവളുടെ പോയി മാപ്പ് പറ. മാപ്പല്ല, ഞാൻ കോപ്പ് പറയും. ഞാൻ കണ്ടാ എന്ത്? ഇതാണ് എന്റെ സ്വഭാവം. എടുത്തിയാട്ടം ഞാൻ എടുത്തിയാണ് ചിലപ്പോ തലകുത്തി മറിയും. എന്റെ സ്വഭാവത്തിനനുസരിച്ച് എന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നവർ ജീവിച്ചാൽ മതി. അയ്യോ അങ്ങനെ ആരും ഈ കാലത്ത് നിൽക്കുമെന്ന് നീ വിചാരിക്കേ വേണ്ട. പിന്നെ കണ്ട ഒരു കാര്യം പറയാം. ഇനി നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേ. വരുന്നില്ല, നിങ്ങൾ പെണ്ണുങ്ങളെ ഒറ്റക്കെട്ടാ. അത് തന്നെ ഒറ്റക്കെട്ടാ. നീ ഇനി പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഞാൻ നോക്കിക്കോളാം. ആഹാ ഇല്ലെന്നേ, ഇനി ഞാൻ പരാതി പറയാൻ വരുന്നില്ല. പിന്നെ ഞാൻ എവിടെ പരാതി പറയേണ്ടത്? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലോ. എനിക്ക് ഇഷ്ടമുള്ളടത്ത് ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ കൂടപ്പുറപ്പാണ്. നമുക്കൊരു വിഷമം വന്ന പിന്നെ ഞാൻ ആരോടാ പറയാ? എന്തേ അമ്മ എവിടെ? വേണ്ട, ഈ നിർത്താൻ നോക്കണ്ട. എന്താ അമ്മാവ? എനിക്ക് ചെറുപ്പം മുതല് എന്റെ ചേച്ചി ചേച്ചി പറഞ്ഞിട്ട് ഇവിടെ വരും. നിങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന കാലത്ത് എടുത്തോട്ട് വന്നിട്ട് ഓരോന്ന് മേടിച്ചു തന്നില്ലേ? എന്നിട്ട് ഞാനൊരു പരാതിയായിട്ട് വന്നപ്പോ ഇനി ചേച്ചിയുടെ അടുത്ത് വരണ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം. പോലീസ് സ്റ്റേഷനിലൊന്നും വേണല്ലോ, നീ ഒരു പോലീസല്ലേ, നിന്നോട് പരാതിപ്പെട്ടാ മതിയോ? അമ്മാവ സമാധാനമായിട്ട് കേൾക്കണം. അമ്മാവനെ ഞങ്ങൾ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അമ്മാവനൊരു സങ്കടം ഉണ്ടെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങളോട് പറയുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. എന്റെ ചേച്ചി അങ്ങനെയല്ല പറഞ്ഞു, എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. പറയണതല്ലേ അമ്മ പറ, എന്താ പറ്റിയെന്ന് അമ്മാവൻ കാര്യം പറ. 40-45 വയസ്സായ ഒരു സ്ത്രീ, കല്യാണം കഴിയാണ്ട് മൂത്തും ധരിച്ചിരുന്ന സ്ത്രീക്ക് ഒരു ജീവിതം കൊടുത്താണോ ഞാൻ ചെയ്ത തെറ്റ്? തെറ്റാണോ ഞാൻ ചെയ്തത്? അമ്മായിക്ക് എന്ത്? കല്യാണം കഴിച്ച അന്ന് മുതൽ ഓരോ ദിവസവും ഓരോരുത്തരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കി ഇൻസൾട്ട് ചെയ്ത് എന്റെ വില കളഞ്ഞോളൂ. അമ്മായിയോ? ചുമ്മാ പറയല്ലേ അമ്മാവ. നിന്റെ കീഴിലുള്ള ഒരു 4 പോലീസുകാരായിട്ട് നീ ഈ വീട്ടിൽ കയറി വന്നിട്ട് ലില്ലി കുറച്ച് ചായ എടുക്കുന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ വെച്ച് ലില്ലി നിങ്ങളുടെ കൈ എന്താ മാങ്ങ പറക്കി പോവാ, നിങ്ങൾക്ക് പോയി ചായ ഇട്ടൂടെ എന്ന് ചോദിച്ചാൽ നിന്റെ വില എന്തായടാ? ആ പോലീസുകാർ മുഴുവൻ നിന്നെ നോക്കി കളിയാക്കില്ലേ? കളിയാക്കും. ഇവളങ്ങനെ ചെയ്തോടന്നെ. അമ്മായിയോ? എന്താ ശരിക്കും ഉണ്ടായത് പറ. ചീരത്തോട്ടത്തിൽ ഞാൻ അങ്ങനെ നിൽക്കുക. എന്റെ കീഴിലുള്ള പണിക്കാർ ഗിരിരാജൻ മോലാളി പറഞ്ഞ ഭയങ്കര ബഹുമാനാണ്. അവരിങ്ങനെ നിന്ന് ഞാൻ അവരോട് സംസാരിച്ചപ്പോ ഗിരിജേ ഇത്തിരി വെള്ളം എടുക്കുന്ന് പറഞ്ഞു. നിങ്ങളുടെ കൈ എന്താ മാങ്ങ വറക്കാൻ പോകുക, നിങ്ങൾക്ക് എടുത്താണ് കുടിച്ചൂടെ വെച്ചു. ഈ പണിക്കാർ കൂടെ എന്നെ നോക്കി ചിരിച്ചു. അതിൽ രണ്ടാളും ചെവിയിൽ പറയാ കൊമ്പം വീച്ചിട്ട് ഇതുള്ളൂ, അയാളൊരു പെൺകോന്തനല്ലേ കളിയാക്കി. അമ്മ ഇത് തമാശക്ക് ചെയ്തായിരിക്കും. തമാശക്കോ? കൈ മാങ്ങ പറിക്കാൻ പോയേക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. ഗിരിയേട്ടൻ പോയിട്ട് കുടിക്കുന്നു പറഞ്ഞു. അവളുടെ മനസ്സിലതുണ്ട്, അത് അവളുടെ മുഖത്ത് നോക്കി അറിയാം. അല്ല അപ്പം അമ്മായി എന്തെടുക്കുമായിരുന്നു? അവള് എറണാകുളത്തുള്ള ചേച്ചിയുടെ മോളുടെ എന്താ പ്രസവത്തിന് കുട്ടിക്ക് അങ്ങനെ എന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അത് പറ കാര്യം. അവളുടെ പ്രസവം ഒന്നല്ലല്ലോ, അവളുടെ ചേച്ചിയുടെ കുട്ടിയുടെ പ്രസവല്ലേ? അതിലും വലുതല്ലേ ഭർത്താവിന് ദാഹിക്കുമ്പോ വെള്ളം എടുത്ത് കൊടുക്കല്? ചേച്ചിയുടെ കൊച്ചെന്ന് പറഞ്ഞാൽ ആ കൊച്ചെന്നാണ്ട് ഇതിനകത്ത് കിടക്കുമായിരുന്നു. നിങ്ങളൊക്കെ എന്താ ഈ അവളുടെ ഭാഗം നിൽക്കണേ? എന്റെ വിഷമം എന്താ മനസ്സിലാക്കാത്തത്? പിന്നെ ഒരാൾ അത്യാവശ്യത്തിന് ഫോൺ ചെയ്തോണ്ട് നിൽക്കുമ്പോ പിന്നെ വെള്ളം ആ ഫോൺ കട്ട് ചെയ്താ പിന്നെയും വിളിക്കാം. വെള്ളം ദാഹിക്കിട്ട് വെള്ളം കിട്ടാണ്ട് ഞാൻ ചത്തുപോയാലോ? അമ്മാനപ്പൊ ചാവാൻ നോക്കുമ്പോ പോലും ഇച്ചിരി വെള്ളം എടുത്ത് അതാ പറയണ. അപ്പൊ ഞാൻ വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ പണിയെടുത്ത് ഞാൻ നോക്കണം ഓരോരുത്തരെന്നോ? ഭർത്താവാണ് ഞാൻ, എന്നെ ബഹുമാനിക്കണം. എന്റെ കാര്യം കഴിഞ്ഞിട്ട് വേറെ കാര്യം ചെയ്യാം. ഇത് മാത്രമല്ല, ഒരു ദിവസം വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കാം. കയറി വന്ന വഴിക്ക് നമ്മൾ ചോക്കില്ല ഇത്തിരി ചായ വേണം. ഉറപ്പായിട്ടും ഇരിയട്ടാ പോയി ചായ ഉണ്ടാക്കി കുടിക്ക് എന്ന് അവൾ എന്നോട്. പുറത്ത് പണി കഴിഞ്ഞ് വന്ന് ഞാൻ തന്നെ വന്ന് ചായ എടുത്ത് കുടിക്കണം. അവള് ചായ ഇട്ട് എന്ത് ചെയ്യുമായിരുന്നു? മീൻ വെട്ടുമായിരുന്നു. മീൻ വെട്ടിയ കൈ കൊണ്ട് ആരെങ്കിലും ചായ എടുക്കും? കൈ കഴുകിയിട്ട് പോയി ചായ ഇട്ട് തരണം. ഭർത്താവല്ലേ ചോദിക്കണ്? അയ്യോ, ഈ ഭർത്താവിന് 2 കൈ ഉണ്ടല്ലോ, എന്തിനാ 2 കൈ? ഇതാണ് സ്വഭാവം.
അപ്പൊ ഇവനെ കയ്യും കാലൊക്കെ ഉണ്ടല്ലോ, ഇവന് വെച്ച നേരത്തിന് കുഴമ്പി കൊടുക്കണ അവളല്ലേ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാത്ത? ഇത് മാത്രമല്ല, ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കിടക്കുക, വയറ് കാണിട്ട് വയ്യ. ഞാൻ പറഞ്ഞടി തിന്നാൻ 2 ദോശ ഉണ്ടാക്കിത്താ പറഞ്ഞു, തന്നില്ലടാ. അതെന്തുകൊണ്ടാ? അമ്മായിയുടെ ഭാഗത്ത് തന്നെയാണ് ശരി. അമ്മാവന് അല്ലെങ്കിൽ തന്നെ ഗ്യാസ്, കൊളസ്ട്രോള്, ഷുഗർ എല്ലാം ഉണ്ട്. അമ്മാവൻ എത്ര മണിക്കാ ദോശ വെച്ചത്? ഒരു 12 മണിയായിട്ടുള്ളേ. അപ്പൊ അവള് പറയാ ചോറിൽ വെള്ളം ഒഴിച്ചു, ഇനി രാവിലെ തിന്നാന്ന് പറഞ്ഞ എന്റെ പട്ടിണിക്ക് കിടത്തിയുള്ളു. എന്റെ അമ്മാവനപ്പൊ വയറ് നിറച്ച് ചോറ് രാത്രി തിന്നിട്ട് കിടക്കായിരുന്നില്ലേ? ഈ 12 മണിക്കൊക്കെ ദോശ വെച്ചാൽ ആരാ ചുട്ടു തരുന്നത്? ചുട്ടു തരണം. പിന്നെ ചുട്ടരണം. ഈ കിടക്കുന്ന ആൾക്കാർക്ക് ഉറക്കമൊക്കെ ഉള്ളതാ. അമ്മാവ, ഞാൻ 9:30 ആകുമ്പോ ചോറിൽ വെള്ളം ഒഴിക്കും. ഇതൊക്കെയാണോ അമ്മാവ ഒരാളുടെ കുറ്റം പറയുന്നത്? നമ്മൾ നാണാവൂ. അതെ, ഒരു കാര്യം ഞാൻ പറയാം, ചേച്ചിയായാലും നിങ്ങളായാലൊക്കെ പെണ്ണുങ്ങളാ. നിങ്ങൾ പെണ്ണുങ്ങൾ ഒരു വർഗ്ഗ ഒറ്റക്കെട്ടായിട്ട് വർത്താനം പറയും. കനക നീ പറയടാ, ഞാൻ ചെയ്താൽ തെറ്റുണ്ടോ? അമ്മാവ, ഈ പറഞ്ഞ് കേട്ടത് വെച്ചിടത്തോളം ഈ സാഹചര്യവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അമ്മാവന് ഒരല്പം എടുത്തിയാട്ടം കൂടുതലായിപ്പോയോന്നൊരു... ഒന്നുമല്ല, എടുത്തിയാട്ടം കൂടുതലായി. ഉണ്ട്, ഉറപ്പായിട്ടും എടുത്തിയാട്ടം എനിക്ക് തെക്കമ്മയുടെ മകനല്ലേ, എന്നെ പറയൂ. ചേച്ചി അതെന്നെ പറഞ്ഞേ, എനിക്ക് എടുത്തിയാട്ടം കൂടുതൽ. തെറ്റ് ചെയ്തത് മുഴുവൻ ഞാൻ. ഇന്നലെ കയറി വന്ന അവള് നല്ലോണം. ഞങ്ങൾ ഇനിയില്ലേ, ഇനി പരാതിയായിട്ട് ഈ പടി ഞാൻ ഇങ്ങോട്ട് കയറില്ല. എന്തോ അമ്മാവ, ഞങ്ങൾ അങ്ങനെ അമ്മാമൻ തെറ്റുകാരൻ. അമ്മാവ അങ്ങനെ അമ്മാമൻ തെറ്റുകാരൻ. ഇപ്പൊ അമ്മാവന്റെ പുറകെ പോയാ അമ്മാവൻ ഇപ്പൊ എന്തോ വലിയ ശരിയാണ്, അമ്മാവൻ പറഞ്ഞ മുഴുവൻ ശരിയാണെന്ന് വിചാരിക്കും. വീണ്ടും വഴക്ക് കൂടും. ഒരു കാര്യമില്ല. ഈ പോക്ക് നേരെ അമ്മായിയുടെ അടുത്ത് ചെല്ലും. അമ്മായി 2 കപ്പയും പുഴുങ്ങി മീനും വറുത്ത് കൊടുത്തൊക്കെ കഴിയുമ്പത്തിന് അതങ്ങ് മാറിക്കോളും. ഇപ്പൊ നമ്മൾ ഇടപെടല്ലേ കനക? അമ്മാവൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സഹിക്കോ? അപ്പൊ 3-1 തക്കടു മക്കളെ ആര് ജയിക്കും? ഉറപ്പാ? രണ്ടല്ലേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ 3-ൽ നിൽക്കുകയാണ്. അവിടെയോ? ഞാൻ ചോദിച്ചത് നിങ്ങൾ തടി കുറയ്ക്കാനാണ്? തടി കുറയ്ക്കാനാണെങ്കിൽ ഇവിടെ ക്യാരംസോ ചെസ്സോ കളിക്കുക, അതാണ് നല്ലത്. നിങ്ങൾക്ക് ചെസ്സാ അതൊക്കെ അവരുടെ കളിക്കുന്നില്ലേ? അവൻ കളിയാക്കണടാ. എടാ, 2 കൂടെ തൂമ്പെടുത്ത് കളിക്കാൻ നോക്കടാ. അമ്മ അവിടെ കൊണ്ടുവച്ച് 2-3 വാഴക്കന്നുകൾ എടുത്ത് നടാ നോക്ക്. ഞങ്ങൾ ഇത് ചെയ്ത് ഉള്ള അത്രയും കുറയണം മതി. നാക്കൊണ്ട് ഇങ്ങനെ വ്യായാമം എടുക്കാം. നീ അവിടെ പോയി അങ്ങോട്ട് ചെയ്യും. ഞാൻ ചെയ്യും. അടുത്ത ഞാനും മക്കളെ കളിക്കാൻ പോകണം. അവിടെ അമ്മായിയാണല്ലേ? അടുത്ത വഴക്കിട്ട് അടുത്ത ആള് വന്നേക്കാണ്. നമ്മള് ആവശ്യമില്ല, ഒന്നും പറയണ്ട, കേട്ടോണ്ടിരിക്കുകയല്ല കേട്ടോ. പൈസ ആണോ? അകത്തൊരു തെളിച്ചില്ല കേട്ടോ. അമ്മാവനാ? അമ്മാവനാ ഇവിടില്ലേ? ഇവിടില്ലേ? ഇവിടെ നിങ്ങൾ അവിടെ അല്ലേ? എടാ, തമാശ കാണിക്കാതെ അങ്ങനെ ഇങ്ങോട്ട് വിളിക്ക്. ഇങ്ങോട്ട് വിളിക്ക്. അവൻ ഇവിടെ ഇല്ലല്ലേ? അയ്യോ, അമ്മ വീട്ടിലും ഇല്ല. അങ്ങനെ ഇവിടെ പോയി ഇവിടെ വന്നില്ലേ? ഇവിടെ അങ്ങോട്ടല്ലേ വന്നേ? അങ്ങോട്ട് വന്നില്ല. ഇന്നലെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് അങ്ങ് വന്നല്ലോ. അയ്യോ, അങ്ങനെ എവിടെ പോവാനാ കനക? അല്ല, നിങ്ങളെ എന്താ 1-2 പറഞ്ഞ എന്താ ഇത്ര പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് പോയി. എനിക്ക് അങ്ങേരോട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാ. എടാ, അങ്ങേരത് എവിടെ പോയെന്ന് ഇപ്പൊ എങ്ങനെ അന്വേഷിക്കുന്നത്? അല്ല, വിളിച്ചില്ലേ? എടാ, ഞാൻ വിളിച്ച് സ്വിച്ച് ഓഫാ. പിന്നെ ഇവിടെ അല്ലേന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇനി വിളിച്ച നിങ്ങളോടൊക്കെ പറഞ്ഞു. പിന്നെ അതൊരു പ്രശ്നം ആവണ്ടല്ലോ എന്ന് വിചാരിച്ച്. അല്ല, അതെ തങ്കം, ഇങ്ങോട്ട് വന്നേ. അമ്മായി. അമ്മ ഇത് അടുത്ത തലവേദന. അമ്മാവൻ അവിടെ ചെന്നിട്ടില്ല. അയ്യോ, ഇവിടുന്ന് അപ്പൊ തന്നെ പോയതല്ലേ? എനിക്ക് അങ്ങോട്ട് വന്നില്ലേടെ. ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടെന്ന്. വന്നില്ലല്ലോ.
ഇന്നലെ എന്നെ ഇനി അന്വേഷിക്കണ്ട എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ പറഞ്ഞത്. ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചാ പോയത്. നമ്മൾ അവിടെ വന്നെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അന്വേഷിക്കാത്തത്. ഇത് പിന്നെ അങ്ങോട്ടല്ലാതെ എവിടെ പോകും? എന്റെ ദൈവമേ, രാത്രി വന്നില്ലെങ്കിൽ ഫോൺ എടുത്തൊന്ന് വിളിക്കണ്ടേ? ചേച്ചി എപ്പോഴും വഴക്കുണ്ടായി ഇങ്ങോട്ടാ ചേച്ചിയുടെ അടുത്തോട്ടല്ലേ വരുന്നത്? അതുകൊണ്ടാ. ദൈവമേ, എന്റെ ചെറുക്കൻ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ലല്ലോ. എടാ പിള്ളേരെ, നല്ല ഫോൺ എടുത്തൊന്ന് വിളിക്കുക അവനെ. അതെ, ചീരത്തോട്ടത്തിൽ വല്ലതും പോയോന്ന് അറിയാമോ? ഇനി അവിടെ അങ്ങനെ ഞാൻ വേണേ അവിടെ പോയെന്ന് അന്വേഷിക്കാം. അവിടെ ഒരു ഷെഡൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോ ഇനി അവിടെ എങ്ങാനും. ഞാനൊന്ന് വിളിച്ചു നോക്കാം. എന്നാലും ഇത് ഭയങ്കര ഇതായിട്ട് വരികയാണ്. പിള്ളേർ കളിയായിട്ട് ബാക്കിയുള്ളവർക്ക് മെനക്കെടുണ്ടാക്കാനാണ്. ഒന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് രണ്ടുപേരും അമ്പലും വിരലും തൊടുവില്ലെന്ന്. ഹലോ सुब्रू। हेलो पर सेची, तुम्हारा मालिक उधर है? नहीं सेची, मालिक इधर में नहीं आया सेची। आज नहीं आया? आज नहीं आया सेची, नहीं आया। എടാ അവിടെ എത്തിയിട്ടില്ലെന്ന്. അവിടെ ചെന്നില്ലാന്ന്. എന്റെ പിന്നെ ചെറുക്കൻ എവിടെ പോയി? എന്റെ ചെറുക്കൻ എവിടെ പോയി? അമ്മായിടെ കുറച്ച് കൂടുതലാണ് കേട്ടോ അമ്മായിക്ക്. അമ്മാവൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുത്ത് കൊടുത്തുകൂടെ? ഒരു ഗ്ലാസ് വെള്ളമല്ലേ ചോദിച്ചത്? നിന്റെ നാക്ക് ശരിയല്ല. അത് തന്നെയാണ് ആണുങ്ങളുടെ സംസാരം കുറച്ചൊക്കെ ഒന്ന് ഒരു ഇത് വേണം. അതിപ്പോ അങ്ങനെ പറയാൻ അമ്മാവനും എടുത്തിയാട്ടം മുൻകോപ്പൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോ അങ്ങോട്ട് തർക്കിച്ച കാര്യമില്ല. ഇപ്പൊ അതല്ലല്ലോ വിഷയം. ഒരാൾ സങ്കടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മായി അതിരി നമുക്ക് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയാം. എന്നിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളാം. നാട്ടുകാരൊക്കെ അറിയില്ലടേ ഈ വിഷയം. നാട്ടുകാരെ അറിയിക്കുന്നില്ല. സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ നമ്മൾ ആരെടുത്ത് പറയാനാ? അതുമല്ല, പിന്നെ ലീഗലി പോണം നമ്മൾ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുന്ന വിഷമിക്കില്ലേ? സാരല്ലേ, നമുക്ക് അന്വേഷിക്കാം. ഒരാളൊരു സങ്കടം എന്ന് പറയുമ്പോ എല്ലാവരും കയറി തോളി കയറാണ് വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യും, നീ പിന്നെ നിന്റെ സ്റ്റേഷനിൽ പോ. ഞങ്ങള് പാർട്ടിക്കാർ ഞങ്ങൾ അതുവഴി ഒരു നീക്ക് പോക്ക് നടത്തി നോക്കട്ടെ, എവിടെയെങ്കിലും തപ്പി നോക്കാം. ഞാനെങ്കിലേ ആ വിപണിയുടെ അവിടേക്ക് ഒന്ന് പോയി അന്വേഷിക്കാം. മാർക്കറ്റിൽ ചീര കൊടുക്കാൻ മുമ്പ് ഇരിക്കുന്ന ഒരു കടയുണ്ട്, കുട്ടമ്പിള്ളയുടെ കട. അതിലോട്ട് ഭയങ്കര കമ്പനിയാ, അവിടെയൊക്കെ നോക്കാം. എന്നാലും അമ്മ എവിടെ പോകാനായിരിക്കും സാധ്യത? കണ്ടുപിടി. എടേ ഈ ഇപ്പൊ ഇവിടെ സ്റ്റേഷനിൽ കൊടുത്ത കാര്യം നടക്കും. വേറെ എങ്ങോട്ടെങ്കിലും ആണെങ്കിലാ മാൻ മിസ്സിംഗ് നമ്മൾ പരാതി കൊടുക്കുമ്പോഴേ എല്ലാ സ്റ്റേഷനിലേക്കും റിപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഈ ബോംബെയിലെല്ലാം എടുത്ത് വെച്ച് പോയാന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ കൗണ്ടർ ചീര എടുക്കുന്നേ അയാളെ കർണാടക, ആന്ധ്ര എവിടേക്കോ പരിചയക്കാരുണ്ട്. എന്ത് ചെയ്യുന്ന ആലോചിക്കും മനുഷ്യനെ. രീതിയിലും സമാധാനം ഇവിടെ തന്നെ സമാധാനക്കേടാണ്. വാടാ. അളിയാ അളിയാ തിരക്കുന്നുണ്ട് അളിയാ. മാക്സിമം നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളെല്ലാം തിരക്കിയിട്ടുണ്ട്. ഒരു വിവരവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഊർജിതമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അളിയൻ ടെൻഷൻ അടിക്കേണ്ട. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പം വിളിച്ചോളാം. അളിയ ഫോൺ വെച്ചോ. ശരി ശരി, ഓക്കെ. നീ ഒന്ന് വന്ന ക്ലീറ്റോ ഭയങ്കര ടെൻഷനില്ല. ഒന്ന് തിരക്കണം കാര്യമായിട്ട്. പെട്ടെന്ന് വാ. നമ്മൾ അന്വേഷിക്കാൻ പറ്റണ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, പക്ഷെ അവിടെ അങ്ങ് ചെന്നിട്ടില്ല. പാർട്ടിക്കാർ പോയിട്ടുണ്ട്, അല്ല അന്വേഷണം നടത്തിയിട്ടൊന്നുമില്ല. എല്ലായിടത്തും നമ്മൾ നോക്കണുണ്ട്, കണ്ടുപിടിക്കാൻ മതി നമുക്ക്. ഞാൻ പച്ചക്കറി മാർക്കറ്റിലും മറ്റേ വിപണിയിലെ കുട്ടമ്പിള്ളയുടെ കടയില്ലേ, അവിടെ ഒന്ന് രണ്ട് ചെറിയ കച്ചവടക്കാരുടെ അവിടെ എല്ലാം പോയി. അവിടെ ചെന്നിട്ടും ഇല്ല, വിളിച്ചിട്ട് വിട്ടൊന്നുമില്ല. ഇവിടെ വന്നാൽ നായര കടയിലൊക്കെ പോണതാണ്, അപ്പം അങ്ങോട്ടൊന്നും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം പുള്ളി പറയുന്ന ആരും കേൾക്കാത്ത മനോഷോദ്ധി പോയി വല്ല കടും കയ്യും കാണും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കൂല. എന്താണ് അതിപ്പോ ഒന്നും സംഭവിച്ചു നിന്റെ റൊണാൾഡേ? ചുമ്മാതൊന്നും പറയല്ലേ. പിന്നെ അമ്മാവന് അത്ര ബോധമില്ലാത്ത ആളല്ലേ ഇങ്ങനെയുള്ള മണ്ടത്തരമൊക്കെ കാണിക്കാൻ. എനിക്കൊരു കാര്യം നിങ്ങളടുത്തെല്ലാം പറയാനുള്ളത്, ഒരാള് ഒരു വിഷമം വന്ന് പറയുമ്പോൾ അയാളെ കൂടെ നിൽക്കണം, അല്ലാതെ അയാളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അമ്മ ഇന്നലെ അമ്മാവൻ വന്നിട്ട് അമ്മയുടെ അടുത്ത് സങ്കടം പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? നിന്റെ എടുത്തുകാട്ടാണ്, നിന്റെ കയ്യിരിപ്പാണ്, നീയാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞില്ലേ? അവിടെ സഹതാപം കിട്ടാതെ നിങ്ങളെടുത്ത് വന്നപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? എല്ലാവരും കൂടെ അമ്മാവനെ കുറ്റപ്പെടുത്തും. അമ്മാവൻ നിസ്സാര കാര്യമൊക്കെ പറഞ്ഞത്, അപ്പൊ ആര് കേട്ടാലും കുറ്റപ്പെടുത്തും. ലില്ലിമോൾ അതൊന്നും അല്ല. ഒരാളുടെ സങ്കടം വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തണം. അമ്മാവനെ കണ്ടിട്ട് കിട്ടിയാ? കന്യാകുമാരിയിലുണ്ടായിരുന്നു. കർത്താവേ, കുഴപ്പമില്ല, നമുക്ക് കിട്ടിയ. അല്ല അളിയാ, എന്താ പറയുക, നമുക്ക് കന്യാകുമാരിയിലോട്ട് പോവാം. ഒന്നുമില്ല, അവിടെ നിന്ന് വരണം. തിരിച്ചാ? അതെ, ഈ സങ്കടവും വിഷമവും ഒറ്റപ്പെടലും കാരണം അമ്മാവ് നേരെ എങ്ങോട്ടൊന്നില്ല അങ്ങ് പോയി.
കന്യാകുമാരി പോയി കുറേ നേരം ഇരുന്നിട്ട് ഈ ബീച്ചിൻ്റെ സല്ലാണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഫോണും പേഴ്സും എല്ലാം പോയി. പോയതൊക്കെ പോട്ടെ, എന്റെ ചെറുക്കനെ കിട്ടിയല്ലോ. അമ്മ പക്ഷെ ഒരു ബുദ്ധി കാണിച്ചു. എന്തിയാണെന്ന് അറിയില്ലല്ലോ, കുറേ നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് അടുത്തുള്ള സ്റ്റേഷൻ നോക്കി അന്വേഷിച്ച് ചെന്നു. അപ്പോഴേക്കും നമ്മുടെ മെയിൻ മിസ്സിംഗ് കേസ് അവിടെ കിടക്കുകയല്ലേ. ആളെ കണ്ടപ്പോൾ ഡൗട്ട് വന്ന് ഇവർ നേരെ പൂജപ്പുര സ്റ്റേഷനിൽ വിളിച്ചു. അതാ എന്നെ അങ്ങോട്ട് വിളിച്ചത്. ഞാൻ ചെന്ന് കാര്യം അമ്മാവനാണെന്ന് അറിഞ്ഞ് ഞാൻ തിരിച്ച് വിളിച്ചു, വീഡിയോ കോളിൽ സംസാരിക്കുകയും ചെയ്തു. എടാ നീ പോയി അമ്മേനെ വിളിച്ചിട്ട് വച്ചില്ലേ? വീഡിയോ കോളിൽ സംസാരിച്ചപ്പോഴേ അമ്മാവൻ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരം വിഷമമുണ്ട്, കരയനുണ്ട്, പിന്നെ എന്നെ കണ്ട ആശ്വാസമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു അമ്മാവൻ എല്ലാം പോട്ടെ, ഒന്നും കാര്യമാക്കണ്ട, അമ്മാവെങ്കിൽ വാ എന്ന് വിളിച്ചാൽ പറഞ്ഞ് ഞാൻ വരാം. പക്ഷെ എന്നെ ആരും ഈ പറഞ്ഞ കണക്ക് വന്നതിൻ്റെ പേരിൽ ഇനി കളിയാക്കുകയോ പരാതി പറയുകയോ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യലെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കനക ഇപ്പോഴും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോഴും വിളിച്ച് പറഞ്ഞത് ആവശ്യമില്ലാത്ത ഒരു ചോദ്യങ്ങൾ ആരും ചോദിച്ച് കളയരുത്. അതെ കേട്ടാ. നീ അടുത്ത് വേറെ യുഗാണ്ടയ്ക്ക് വല്ലതും പൊക്കളയും. അത് പ്രത്യേകം പറഞ്ഞേക്കാണ്. അമ്മ അടുത്താണ് പറയാനുള്ളത്. അമ്മാവന് ഇരിക്കൂ അമ്മാവ. അമ്മാവന് നല്ല സുഖല്ലേ? പച്ചച്ചീര ചുവന്നരിയെക്കാട്ടിലും വില കൂടിയെന്ന് പേപ്പറിൽ. അമ്മാവൻ ഇരിക്കട്ടെ. ഇരിക്കും മോനെ. നല്ല ഭംഗിയുള്ള ജുബ്ബ അമ്മാവന്റെ. ഇന്നലെ ഈ ജുബ്ബ തന്നെയായിരുന്നു. അമ്മാവന് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും? ഞങ്ങൾ ചായ കുടിച്ചായിരുന്നു. കുടിച്ചു അല്ലേ? ചായയുടെ കൂടെ കടിച്ചോ? വേണ്ട. അപ്പൂപ്പാ, ഇന്നലെ പിണങ്ങി പോയല്ലേ? എന്തിനാ അപ്പൂപ്പാ കൊച്ചു പിള്ളേരെ പോലെ പിണങ്ങി പോണേ? എന്നിട്ട് പൈസയും ഫോണൊക്കെ കള്ള മോഷ്ടിച്ചോണ്ട് പോയല്ലേ? അല്ല, എന്നിട്ട് പോലീസും വന്നു. പോലീസ് അടിച്ചോ അപ്പൂപ്പ? അപ്പൂപ്പ, ഇനി പിണങ്ങി കന്യാകുമാരിക്ക് പോകുമ്പോഴേ എന്നെയും കൂടി കൊണ്ടുപോണേ.